സൂപ്പർ പ്രൈമിന്റെ ചർച്ച തുടരുന്നു. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ലീഗിനെ ചത്തകുതിരയിൽ നിന്ന് മാറ്റി പടക്കുതിരയും പന്തയക്കുതിരയും ആക്കുന്നത് നിങ്ങളുടെ ഗതികേടുകൊണ്ട് എന്നാണ് രമേശിൻ്റെ ഒരു വിമർശനം. അതിനുള്ള മറുപടിയോടെ തുടരുക. അല്ല, രമേശ് അത് പറയുമ്പോൾ രമേശ് ഒന്ന് മനസ്സിലാക്കേണ്ടത് 1984 ശ്രീ രാജീവ് ഗാന്ധിക്ക് പാർലമെൻറ്റിൽ കോൺഗ്രസ്സിന് മാത്രമായി ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം ഇപ്പോൾ 2014 ബി ജെ പിക്ക് മാത്രമായി ഭൂരിപക്ഷം കിട്ടിയത്. നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഘടകകക്ഷിയിലുള്ളത്, നിങ്ങളുടെ കൂടൊപ്പം നിന്ന അല്ലെങ്കിൽ എൻ ഡി എയിലുണ്ടായിരുന്നവരെ മന്ത്രിമാരാക്കിയത്? നിങ്ങൾക്ക് അവരെ മാറ്റി നിർത്താമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയല്ല, മുന്നണി സംവിധാനം എന്ന് പറയുമ്പോൾ അതിനകത്ത് തീർച്ചയായും ആ മുന്നണി മര്യാദ പാലിക്കേണ്ടതുണ്ട്. നിങ്ങൾ എത്രത്തോളം പാലിക്കുന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എതിരഭിപ്രായമുണ്ട്, അവിടെ നിൽക്കട്ടെ. മുന്നണി മര്യാദ പാലിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ മന്ത്രിമാരാക്കിയിട്ടുണ്ട്. ഇനിയും ആക്കുക. കേരളത്തിൽ എത്രയോ വർഷമായി മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരുണ്ട്. 3-4 മന്ത്രിമാർ പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലോ. അപ്പോൾ അത് ഒരു മുന്നണി മര്യാദയുടെ ഭാഗമാണെന്നേ. നിങ്ങളിവിടെ എത്രയോ കാലത്തിന് ശേഷം 2016 എൻ ഡി എ ഉണ്ടാക്കി. ഇപ്പോൾ നിങ്ങൾ 2019 ഇലക്ഷനിലേക്ക് വരുമ്പോൾ 2014 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങളങ്ങനെ എൻ ഡി എ മുന്നണിയായിട്ട് മത്സരിച്ചത്. പക്ഷേ 2019 എത്തുമ്പോൾ നിങ്ങളുടെ എത്ര ഘടകകക്ഷികളിൽ നിന്ന് വിട്ടുപോയി? ആ ഘടകകക്ഷിയിൽ തന്നെ ഏതെല്ലാം നേതാക്കന്മാർ കൊഴിഞ്ഞുപോയി? പിന്നെ നിങ്ങൾ എപ്പോഴും പറയുന്നൊരു കാര്യം, വയനാട്ടിൽ ഞങ്ങൾ ലീഗിൻ്റെ പിന്തുണ. ഞങ്ങളുടെ ഈ കേരളത്തിലെ 20 സീറ്റിലും ഓരോ പാർലമെൻറ്റ് സെഗ്മെൻറ്റിൻ്റെ കീഴിലും 7 അസംബ്ലി സെഗ്മെൻറ്റ് ഉണ്ട്. എല്ലാ പാർലമെൻറ്റ് സെഗ്മെൻറ്റിൻ്റെ കീഴിലും ഏതെങ്കിലുമൊക്കെ ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തിട്ടുണ്ട്, അസംബ്ലി സീറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കൊടുത്തേ മതിയാവൂ. ഞങ്ങൾ അങ്ങനെ വിശാലമായ ഒരു മുന്നണിയാണ്. ഞങ്ങൾ പരസ്പരം ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്, മുന്നണിയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ തീർച്ചയായും മുന്നണികളുണ്ടാകും. ലീഗിനെ സംബന്ധിച്ച് വയനാട്ടിൽ സ്വാധീനമുണ്ട്, ഞങ്ങളത് ചെറുതായി കാണുന്നില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് വയനാട് ഞങ്ങൾ ഒളിച്ചോടിയതല്ല. താങ്കൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ബി ജെ പി നേതാക്കന്മാർ മനഃപൂർവ്വമായി പറഞ്ഞു പ്രചരിപ്പിക്കുന്ന, ആടിനെ പട്ടിയാക്കാൻ ശ്രമിക്കുന്ന ആദ്യത്തെ നിങ്ങളുടെ പ്രചാരണ ആയുധം വിലപ്പോവുകയില്ല. മിസ്റ്റർ രമേശ്, നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഒളിച്ചോടി വയനാട്ടിലേക്ക് വന്നു എന്നാണ്. ഇല്ല, ഞങ്ങൾ ഇപ്പോഴും അമേത്തിയിൽ മത്സരിക്കുന്നുണ്ട്. ആ അമേത്തിയിലെ കാര്യം ഞങ്ങളെ കൊണ്ട് വീണ്ടും പറയരുത്. ഞങ്ങൾ വീണ്ടും പറയും, കാരണം നിങ്ങളിത് പറയുന്നിടത്തോളം കാര്യം ഞങ്ങളത് പറഞ്ഞുകൊണ്ടേയിരിക്കും. 2014 കോൺഗ്രസിൻ്റെ സീറ്റ് 44ലേക്ക് ചുരുങ്ങിയപ്പോൾ പോലും 1 ലക്ഷത്തിലധികം വോട്ടിന് അവിടെ ജയിച്ച സ്ഥലമാണ്. അവിടെ അന്ന് എസ് പിയും ബി എസ് പിയും ഉൾപ്പെടെ പ്രത്യേകം സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ പോലും അവിടെ 1 ലക്ഷത്തിലധികം വോട്ടിന് വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ എസ് പിയും ബി എസ് പിയും ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. പിന്നെ നിങ്ങളുടെ സർക്കാരിനെതിരായിട്ടുള്ള ആൻറ്റി ഇൻകംബൻസി ഫാക്ടറോടെ വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വീണ്ടും 3 ലക്ഷത്തിലധികം വോട്ടിന് അമേത്തിയിലേക്ക് ജയിക്കുന്ന സാഹചര്യം നിലനിൽക്കെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ഒരു സീറ്റിൽ കൂടി മത്സരിക്കണമെന്ന് പാർട്ടി എടുത്ത സ്ട്രാറ്റജിക്കലായിട്ട് എടുത്തിട്ടുള്ള ഒരു ഡിസിഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വയനാട്ടിലേക്ക് മത്സരിക്കാമെന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് മത്സരിക്കാൻ. ഇത് ശരിയാണ്. പക്ഷേ അപ്പോഴും ഈ പറയുന്ന ജാഗ്രത നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെ കഴിഞ്ഞ ദിവസം പുറത്തു വരികയുണ്ടായി. ഈ യോഗിയുടെ കാര്യത്തിൽ ഇന്നിപ്പോൾ സുർജേവാല പറയുകയുണ്ടായല്ലോ, യു പിയിലൊരു വൈറസ് ബാധയാണ് ഈ യോഗി. അവിടെ ഗോരഖ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആ വൈറസിനെ ഞങ്ങൾ ഇല്ലാതാക്കി. ഇനിയിപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പൂർണ്ണമായും ഇല്ലാതാക്കും. നോക്കൂ, ഈ ഗോരഖ്പൂരിൽ അന്നൊരു വലിയ പരീക്ഷണമായിരുന്നു. എസ് പിയുടെ കാൻഡിഡേറ്റായി നിർത്തിയത് നിഷാദ് പാർട്ടിയിലെ പ്രവീൺ കുമാർ നിഷാദിനെയാണ്. പ്രവീൺ കുമാർ നിഷാദ് ഇന്നിപ്പോൾ അറിയാൻ കഴിയുന്ന ബി ജെ പിയിലേക്ക് പോയി. ഗോരഖ്പൂരിൽ നിന്ന് മത്സരിക്കാൻ പോവുകയാണ് അദ്ദേഹം. അപ്പോൾ ഇതാണ് നിങ്ങൾ അമേഠിയിൽ മത്സരിക്കുന്നു, ഞങ്ങൾ അവിടെ നേർക്കുനേർ പോരാട്ടം നടത്തുന്നുണ്ട്, ഈ മടയിൽ തന്നെ പോയി ആക്രമിക്കുന്നുണ്ട്, വയനാട്ടിലേക്ക് ഒളിച്ചോടി വന്നതല്ല എന്ന് പറയുമ്പോഴും ഈ ഗോരഖ്പൂർ എന്ന് പറയുന്നിടത്തുണ്ടായ ഒരു അബദ്ധമുണ്ട്, ഒരു ജാഗ്രത കുറവുണ്ട്, ഒരു വീഴ്ചയുണ്ട്. അല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബാക്കിയോടൊക്കെ പറയണം. സുമിത്ര മഹാജൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ശത്രുഘ്നൻ സിംഗിൻ്റെ അവസ്ഥ എന്താണ്? മുരളി മനോഹർ ജോഷിയുടെ അവസ്ഥ എന്താണ്? എൽ കെ അദ്വാനിയുടെ അവസ്ഥ എന്താണ്? അതുകൂടെ ചർച്ച ചെയ്യണമെന്നേ. അപ്പോൾ ദേശീയ തലത്തിൽ ഇത്തരത്തിൽ സ്വാഭാവികമായും അസ്വസ്ഥതകൾ ഉണ്ടാകുക സ്വാഭാവികമാണ്. അസ്വസ്ഥതകൾ തിരിച്ച് മുതലെടുക്കാൻ 2 പാർട്ടികൾ ശ്രമിക്കാറുണ്ട്. അത് ഏറ്റവും കൂടുതൽ വിജയിക്കാറ് നോർത്ത് ഇന്ത്യയിലുമാണ്. കേരളത്തിൽ അങ്ങനെ ഉണ്ടാകാറില്ല. അതുകൊണ്ടാണ് നമുക്ക് അതിനകത്തൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നത്. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ എന്താ പറയുന്നത് 1942 ഈ ചത്തകുതിര എന്ന് പറഞ്ഞതിനെ സംബന്ധിച്ചു. അതിനുശേഷം ഈ കോൺഗ്രസ് ലീഗുമായിട്ടുള്ള പഴയ അഖിലേന്ത്യാ ലീഗുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്നിപ്പോൾ ഞങ്ങളുടെ അഖിലേന്ത്യാ എന്താ പറയുന്നത് ഞങ്ങളുടെ സ്പോക്സ് പേഴ്സൺ പറഞ്ഞിട്ടുള്ളത് 1942 ഫസലുൽ ഹക്കുമായി ചേർന്നുകൊണ്ട് ഹിന്ദു മഹാസഭയുമായി ചേർന്ന് ബംഗാളിൽ ഭരണം ഉണ്ടാക്കിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. തിരിച്ച് ഞാൻ ചോദിക്കട്ടെ, 1946 ഇടക്കാല ഗവൺമെൻറ് ഉണ്ടാക്കി. ശ്രീ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല ഗവൺമെൻറ് ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് ലിക്കായത്ത് അലി ഖാൻ, മുമ്പേ രണ്ടാം സൂചിപ്പിച്ച ലിക്കായത്ത് അലി ഖാൻ ഫിനാൻസ് മിനിസ്റ്ററായിരുന്നു. ഇൻഡസ്ട്രീസ് മിനിസ്റ്ററായത് ശ്യാമപ്രസാദ് മുഖർജിയാണ്. അന്ന് ശ്യാമപ്രസാദ് മുഖർജി അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ പ്രസിഡൻ്റാണ്. 1943 മുതൽ 46 വരെ അദ്ദേഹം പ്രസിഡൻ്റാണ്. അതിൽ പങ്കാളിയായിരുന്നവരാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത് സെക്യുലറിസത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ സെക്യുലറിസത്തെ സംബന്ധിച്ച് ചോദിക്കുന്നത്, മുസ്ലിം ലീഗ് ഉണ്ടായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായത് 1948 സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്. പക്ഷേ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള ഇവരുടെ പൂർവികരുണ്ടല്ലോ,
ജനസംഘമായാലും പിന്നെ ഹിന്ദു മഹാസഭയായാലും ഒക്കെ അവരൊക്കെ ഈ രാഷ്ട്രത്തെ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കി നിന്നിട്ട് അവരിപ്പോൾ ഒന്ന് സെക്യുലറിസം പഠിപ്പിക്കുക നമ്മളെ. എന്ത് അപജയമാണ് അവരുടെ ശരി 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 ഞാൻ അത്രയും പഴയ കാര്യങ്ങളിലേക്ക് പോകാതെ പുതിയ ചില ചോദ്യങ്ങളിലേക്ക് വരികയാണ്. ശ്രീ രണ്ടത്താണി, അങ്ങ് മാറാടിന് മറുപടി പറയാം. അതിനു മുമ്പ് കോടിയേരിയും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നയിക്കുന്ന ചോദ്യങ്ങളുണ്ട്, പുതിയ കാലത്തെ ചോദ്യങ്ങളാണ്, അത് നിങ്ങൾ മറുപടി പറയേണ്ട ചോദ്യമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധി അവിടേക്ക് വരുന്നു, വയനാട്ടിൽ നിങ്ങൾക്കൊരു ബലമുള്ള സ്ഥലമാണെന്ന് കോൺഗ്രസും സമ്മതിക്കുന്നുണ്ട്. അവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിന് ഭൂരിപക്ഷമുള്ളൊരു മണ്ഡലമാണെന്ന് മോദിയും വിമർശിക്കുന്നു. ഇവിടെ ഇപ്പോൾ കോടിയേരി ചോദിക്കുന്നത്, അമേഠിയിൽ 38% മുസ്ലിം ജനസംഖ്യയുണ്ട്, 6.5 ലക്ഷം മുസ്ലിം വോട്ടർമാരുണ്ട്. ആ മേഖലയിൽ ഇവിടെ നിന്നുള്ള ലീഗ് നേതാക്കന്മാർക്ക് പോയി പ്രചാരണം നടത്താനുള്ള അനുമതി കിട്ടുമോ? നിങ്ങൾ ആഗ്രഹിക്കുമോ? യു പിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന കോൺഗ്രസുമായി ചേർന്ന് പ്രചാരണത്തിൽ സജീവമാകാനുള്ള അവസരം ലഭിക്കുമോ? അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒരേ മുന്നണിയിലാണ്. ഈ കേരളത്തിൻ്റെ ഒരു ഭാഗമായി അവിടേക്ക് എത്തുമ്പോൾ യു പി യിൽ പെടുന്ന അവസ്ഥയല്ല, ദേശീയ തലത്തിൽ തന്നെ അങ്ങനെ പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു ഘടകകക്ഷി എന്ന അംഗീകാരം അത് നിങ്ങൾക്ക് ലഭിക്കുമോ? ഇതൊക്കെയാണ് ഇപ്പോൾ ഈ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തോട് ചേർത്ത് കോടിയേരി ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. അതിനുള്ള മറുപടി. അല്ല, ഒന്ന് നേരത്തെ ഇവിടെ പറഞ്ഞൊരു കാര്യം എനിക്ക് പറയാതിരിക്കാനാവില്ല. കാരണം കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിന് കേരളപ്പിറവിക്ക് ശേഷം ഉണ്ടായ ആ കാലഘട്ടം മാത്രമൊന്നുമല്ല. മദ്രാസ് അസംബ്ലിയിൽ രാജാജിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് വരുന്ന ഘട്ടത്തിൽ ഭൂരിപക്ഷം കുറഞ്ഞപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പിൻബലത്തോടു കൂടിയാണ് അന്ന് രാജാജി ഒരു ഗവൺമെൻറ് മദ്രാസിൽ ഉണ്ടാക്കിയത്. അന്ന് ഞങ്ങൾ ഭരണപങ്കാളിത്തം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് അധികാരത്തിൽ വരണമെന്ന ഞങ്ങളുടെ അതിയായ ആഗ്രഹം ആ കാലഘട്ടത്തിലുമായി ഉണ്ടായി. അത് കോൺഗ്രസിൻ്റെ മതേതര നിലപാടിനോടുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടായിരുന്നു. എന്ന് മാത്രമല്ല, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഇടക്കാല മന്ത്രിസഭ ഉണ്ടാക്കുമ്പോഴും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കൊടുത്ത ഒരു മന്ത്രി യോഗേന്ദ്രനാഥ മണ്ഡൽ എന്ന് പറയുന്ന ഒരു ദളിതനായിരുന്നു. കാരണം മുസ്ലിം ലീഗ് ആ കാലഘട്ടത്തിലും എടുത്ത സമീപനം എന്താണ് എന്ന് ഇവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. എന്ന് മാത്രമല്ല, ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയ ക്രൂഷ്യലായ ഒരു ഘട്ടമായിരുന്നു ബാങ്ക് ദേശസാൽക്കരണ നിയമം. മൊറാർജി ദേശായി സിൻഡിക്കേറ്റ് കോൺഗ്രസ് ഉണ്ടാക്കി പോയ ഘട്ടത്തിൽ അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ 2 അംഗങ്ങളുടെ വോട്ട് എങ്ങനെയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ബാങ്ക് ദേശസാൽക്കരണ ബില്ല് പാസ്സാക്കിയെടുക്കാൻ പ്രേരകമായത് എന്ന് ചരിത്രം അറിയുന്നവർക്കറിയാം. വിദേശ രാഷ്ട്രങ്ങളിൽ ഇന്ത്യ രാജ്യത്ത്, അറബ് രാജ്യങ്ങൾ വിശേഷിച്ചും ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതിനിധിയായി അയക്കാറുണ്ടായിരുന്നത് മന്ത്രിയല്ലാത്ത കാലഘട്ടത്തിൽ പോലും ഇ അഹമ്മദ് സാഹിബ് MP ആയിരുന്നപ്പോൾ അദ്ദേഹത്തെയാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രയോ വർഷങ്ങളായി നിലനിൽക്കുന്ന ബന്ധം കോൺഗ്രസുമായി ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താനാണ്. അങ്ങോട്ട് ചോദിച്ചു, ഇപ്പോൾ കോടിയേരി ചോദിച്ച കാര്യം, അതുപോലെ മാറാടിനെ കുറിച്ച് പറഞ്ഞു. മാറാട് എന്ന അഹമ്മദ് സാഹിബ് പോയപ്പോൾ എവിടെയാണ് ചവിട്ടിപ്പൊളിച്ചത് എന്നെനിക്കറിയില്ല. അദ്ദേഹം കേട്ടിട്ടേ ഉള്ളൂ. ഞാനന്ന് മാറാട് അഹമ്മദ് സാഹിബ് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എവിടെയും ചവിട്ടിപ്പൊളിച്ചിട്ടില്ല. അദ്ദേഹം ആ പള്ളിക്കകത്ത് പോലും കയറിയത് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം എവിടെയാണ് ചവിട്ടിപ്പൊളിച്ചത് എന്ന് എനിക്കറിയില്ല. കാരണം ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊന്നും നൽകരുത്. അദ്ദേഹം പറഞ്ഞു, ഒരു നിയമം അനുസരിക്കേണ്ട സ്ഥലത്ത് നിയമം അനുസരിക്കണമെന്ന് ഞങ്ങളോട് പറയുകയാണുണ്ടായത്. ഇങ്ങനെ മറ്റൊരു യോഗിയായി ഈ വിഷം ചീറ്റുന്ന നുണകൾ പറയുന്ന ഈ പ്രവർത്തനം ഒന്ന് നിർത്തണം എന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ പറഞ്ഞു, കോടിയേരി പറഞ്ഞത്ര ഇവിടെ സഖ്യമുള്ളതുകൊണ്ട് അവിടെ പോയി പ്രസംഗിക്കാമോ? ഞങ്ങൾ ചോദിക്കട്ടെ കോടിയേരിയോട്. ഞാൻ ചോദിച്ചല്ലോ, തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ചുകൊണ്ട് CPMൻ്റെ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കുന്നൊരു ഘട്ടത്തിൽ ആ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ അവിടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ടെങ്കിലും രാജ്യത്ത് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒന്ന് പങ്കുചേരാമായിരുന്നില്ലേ? എത്ര മാന്യതയായിരുന്നു! കാരണം രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ചാണ് തമിഴ്നാട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടി വോട്ട് ചോദിക്കുന്നത്. ആ രാഹുൽ ഗാന്ധി തൊട്ടപ്പുറത്ത് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നു. എങ്കിൽ ഞങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല. അവിടെ മാന്യമായി രാജ്യത്ത് വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിന് മുന്നിൽ നിൽക്കുന്ന ഈ മഹാൻ ജയിച്ചു വരട്ടെ എന്ന ഒരു സമീപനം എന്താ കോടിയേരി എടുക്കാഞ്ഞത്? അപ്പോൾ പറയും സംസ്ഥാന രാഷ്ട്രീയത്തിലെ വിഭിന്ന മുഖങ്ങളാണ്. അതുതന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത്. മുന്നണി ഉള്ളിടത്ത് മുന്നണി സംവിധാനം ഉണ്ടാകും, മുന്നണി ഇല്ലാത്തിടത്ത് ആ നിലപാടുകൾ ഉണ്ടാകും, അത് തുടരും. അത്തരം മുറിന്യായങ്ങളൊന്നും പറഞ്ഞ് വയനാട്ടിൻ്റെ രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വത്തെ ചെറുതാക്കേണ്ട. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും കൂടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒരാളായി രാഹുൽ ഗാന്ധി മാറുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും. ശ്രീ രണ്ടത്താണി, 80-ൽ ഇന്ദിരാഗാന്ധി മഞ്ചേരിയിൽ വന്നപ്പോൾ അവർ വരുന്നതിന് മുന്നോടിയായി അവിടെ ചെയ്തത്
ലീഗിൻ്റെ പതാകകൾ ഒരിടത്തും ഉണ്ടാവരുത്, അതെല്ലാം നീക്കണമെന്ന നിർദ്ദേശമായിരുന്നു, അതവിടെ നടപ്പാക്കപ്പെട്ടു എന്ന് പറയുന്നു കോടിയേരി. ഇപ്പോൾ വയനാട്ടിൽ രണ്ടും കൂടെ കൂട്ടിക്കെട്ടിയിട്ടുണ്ട്, കോൺഗ്രസിന്റെ പതാകയും ലീഗിന്റെ പതാകയും. അത് കോൺഗ്രസിന്റെ നിവൃത്തികേട് കൊണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അതിനുള്ള മറുപടി അത് ചോദിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം 1900 ഞാൻ പറഞ്ഞല്ലോ 52 മുതൽ ഒന്നാമത്തെ ലോക്സഭ മുതൽ ഇന്ന് വരെ പ്രാതിനിധ്യമുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയോട് നിരോധിച്ചിട്ടുണ്ടോ? ഇവിടെ നിരോധിച്ചിട്ടുള്ളത് RSSനെയാണ്. RSSനെയാണ് 3 പ്രാവശ്യം നിരോധിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് കോടിയേരിയെ പോലെ? ശരി, ശ്രീ രണ്ടത്താണി മറുപടി. അല്ല, എനിക്കത് മനസ്സിലാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച്, കൊടിയുടെ നിറം അംഗീകരിച്ച്, കൊടിയുടെ വലിപ്പം അംഗീകരിച്ച്, എല്ലാ രാജ്യത്ത് കൃത്യമായിട്ട് അംഗീകാരം നൽകിയ ഒരു പാർട്ടി, ആ പാർട്ടിയെക്കുറിച്ച് അതിനെ കൊടി കെട്ടാൻ പാടില്ല, നെഹ്റു അങ്ങനെ പറഞ്ഞു. ഈ കോടിയേരിയാണോ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്? ഇന്ദിരാഗാന്ധി മഞ്ചേരിയിൽ വന്ന ഘട്ടത്തിൽ ലീഗിന്റെ കൊടികൾ മാറ്റപ്പെട്ടിട്ടുണ്ടോ? അല്ല, ഞാൻ എവിടെയും ഇതുവരെ കേട്ടിട്ടില്ല. കോടിയേരിയോട് തന്നെ ചോദിക്കണം. ശരി, കോടിയേരിയുടെ മറ്റൊരു ചോദ്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ, ഞങ്ങളെന്ന് വെച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാമക്ഷേത്രം അയോധ്യയിൽ നിർമ്മിക്കും എന്ന് ഇവരുടെ നേതാവ് ജോഷി പറഞ്ഞത്, അതിനോടുള്ള ലീഗിന്റെ സമീപനം എന്താണ്? എല്ലാം നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമാണല്ലോ. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ, ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവാദം ഈ രാജ്യത്ത് നടക്കുന്ന ഘട്ടത്തിൽ ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഈ വിവാദങ്ങളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ ഒരു വേള ഇന്ത്യയെ പോലുള്ള രാജ്യത്ത് ഒരു പള്ളി തകർക്കാൻ ആർക്കും മടിയുണ്ടാകും. ആ ഘട്ടത്തിലാണല്ലോ സാക്ഷാൽ EM ശങ്കര നമ്പൂതിരിപ്പാടിൻ്റെ പ്രസ്താവന വന്നത്, അടിയിൽ ക്ഷേത്രവും മുകളിൽ പള്ളിയുമാക്കണം, അല്ലെങ്കിൽ മുകളിൽ പള്ളിയും താഴെ ക്ഷേത്രവുമാക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യായം എന്താണ്? അതിന് ന്യായം എന്താണ്? തകർക്കണമെന്നാണ്. കാരണം ഇത് തകർക്കാതെ, ആ നിലവിലുള്ള കെട്ടിടം പൊളിക്കാതെ ഒരിക്കലും ഇത് സാധ്യമല്ല. അപ്പോൾ ഈ സത്യത്തിൽ ഇതിലേക്ക് നിങ്ങൾ വരരുത്, അതിന്മേൽ തുടരുത് എന്ന് പറയേണ്ടതിന് പകരം മറ്റൊരു രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച EMS നടത്തിയ ശ്രമങ്ങൾ നമ്മളെല്ലാവരും കണ്ടതല്ലേ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ബാബറി മസ്ജിദ് തകർന്നതിന് ശേഷം നിങ്ങൾക്കറിയാം, ഞങ്ങൾ അപ്പോഴും പറഞ്ഞു കോൺഗ്രസ് തകരരുത്. കോൺഗ്രസ് ഇന്ത്യയിൽ ഏറ്റവും വലിയ മതേതര കക്ഷിയാണ്, എല്ലാ കോൺഗ്രസിനെതിരായി നിൽക്കണം. CPM പറഞ്ഞു, കോൺഗ്രസിനെതിരായ നിലപാട് സ്വീകരിച്ചു. കോൺഗ്രസിനെതിരായ നിലപാട് സ്വീകരിച്ചപ്പോഴോ BJP അധികാരത്തിൽ വന്നു. ആ BJPയെ താഴെ ഇറക്കാൻ ഒന്നാം UPA മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതേ CPM കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ടി വന്നു. ലീഗ് എടുത്ത നിലപാട് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ളതായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈമിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കഷ്ടി 3-3.5 മിനിറ്റേ ഉള്ളൂ. ശ്രീ രമേശ്, ഇവിടെ ഈ അദ്വാനിയുടെ ബ്ലോഗ് കഴിഞ്ഞ ദിവസം വന്നല്ലോ, അതിൽ പറയുന്നുണ്ട് ദേശീയതയുമായി ബന്ധപ്പെട്ട് RSSൻ്റെയും BJPയുടെയും സങ്കല്പം സാംസ്കാരിക ദേശീയത, അതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരുണ്ടാകും, പക്ഷേ ഞങ്ങൾ അവരെ ശത്രുക്കളായി കാണില്ല എന്ന്. ആ സമീപനമല്ല യോഗി ആദിത്യനാഥിൻ്റെ ഭാഷ. അതുപോലെ തന്നെ ഇവിടെ UPയിലായാലും നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായ ശേഷം ഗുജറാത്തിലായാലും ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ പോലും നിങ്ങൾ നിർത്തിയിട്ടില്ല. ഇതൊക്കെ എന്തുതരം സമീപനമാണ്? ഞാൻ വേണു അത് 2 ചോദ്യത്തിന് ഉത്തരം പറയാം. അതിനു മുമ്പ് 2 കാര്യങ്ങൾ. ഒന്ന്, ജ്യോതികുമാർ ചാമക്കാലയോടും അബ്ദുറഹ്മാൻ രണ്ടത്താണിയോടും പെട്ടെന്ന് പ്രതികരിച്ചോട്ടെ. ഒന്ന്, മാറാടിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ കാര്യം എനിക്കറിയില്ല അബ്ദുറഹ്മാൻ രണ്ടത്താണ്ടി എന്തടിസ്ഥാനത്തിലാണ് ഈ കാര്യം പറഞ്ഞത്. ഞാൻ മാറാടുണ്ടായിരുന്നു, കോഴിക്കോടും മാറാടും ആ ദിവസങ്ങളുള്ള ആൾ തന്നെയാണ്. അഹമ്മദ് സാഹിബിൻ്റെ നേതൃത്വത്തിൽ മാറാടേക്ക് നടന്ന മാർച്ചും അവിടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി ബലം പ്രയോഗിച്ചത് തുറപ്പിച്ചതും അവിടെ നടന്ന കാര്യങ്ങളുമൊക്കെ അന്ന് വലിയ ചർച്ചയായിട്ടുള്ളതായിരുന്നു, പത്രത്തിലുള്ള വാർത്തയായതായിരുന്നു. മുസ്ലിം ലീഗിലെ ഒരു വിഭാഗത്തിന് പോലും അത് പ്രതിഷേധിച്ച സംഭവമുള്ള ഇതൊക്കെ എല്ലാവർക്കും ഓർമ്മയുള്ളത്. മിനിമം ബേപ്പൂർകാർക്കും മാറാട്ടുകാർക്കും കോഴിക്കോട്ടുകാർക്കൊക്കെ കൃത്യമായിട്ട് ഓർമ്മയുണ്ടാകും. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾ ആ വഴിക്കൊക്കെ പോകുമ്പോൾ അവരെന്നെ ചോദിച്ചോളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ജ്യോതികുമാർ ചാമക്കാലോട് ഞാൻ ചോദിച്ചത് മുന്നണി മര്യാദയുടെ പേരിൽ മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിനെ കുറിച്ചല്ല. മുന്നണി മര്യാദയുടെ പേരിൽ പോലും നിങ്ങൾ ലീഗിന് കൊടുത്തില്ല എന്ന് എൻ്റെ അറിയണം. നിങ്ങൾ മുന്നണി മര്യാദയുടെ പേരിലാണെങ്കിൽ നേരത്തെ കൊടുക്കേണ്ടതായിരുന്നു. എന്തുകൊണ്ട് നേരത്തെ കോൺഗ്രസിൻ്റെ പഴയ നേതൃത്വം ലീഗിനെ അഖിലേന്ത്യാ തലത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ മന്ത്രിസഭയിൽ സ്ഥാനം കൊടുത്തില്ല എന്ന ചോദ്യത്തിനാണ് നിങ്ങൾ ഉത്തരം പറയേണ്ടത്. അല്ലാതെ കൊടുത്തു എന്നല്ല ഞാൻ പറഞ്ഞത്, കൊടുത്തില്ല എന്നുള്ള ചോദ്യത്തിനാണ് ഉത്തരം പറയേണ്ടത്. അത് അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന് ആ രാഷ്ട്രീയത്തെക്കുറിച്ച് അന്ന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടായിരുന്നു എന്ന്.
ഇനി വേണു ചോദിച്ച ചോദ്യത്തിലേക്ക്, BJP-യുടെ എക്കാലത്തെയും ഒരു സമീപനം ഒരാളെയും ശത്രുവായിട്ട് കാണുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആദ്യമേ പറയാറുണ്ടല്ലോ, രാഷ്ട്രീയത്തിൽ ശത്രുതയില്ല, രാഷ്ട്രീയത്തിൽ എതിരാളികൾ മാത്രമേ ഉള്ളൂ. BJP-യുടെ ആശയത്തോട് അനുകൂലിക്കുന്നവരുണ്ടാവും, അനുകൂലിക്കാത്തവരുണ്ടാവാം. അനുകൂലിക്കാത്തവരെ ഞങ്ങൾ ശത്രുക്കളായി കാണുന്നില്ല, അനുകൂലിക്കാത്തവർ ഞങ്ങളുടെ എതിരാളികളാണ്. എതിരാളികളെ ഞങ്ങളുടെ അനുകൂലികളാക്കി മാറ്റുക എന്നുള്ള പരിശ്രമമാണ് ഞങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടത്തിയിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തുന്നത്. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ ചെറിയ പാർട്ടിയായിരുന്നല്ലോ. ജനസംഘം മുതൽ BJP വരെയുള്ള യാത്രയിൽ ഘട്ടം ഘട്ടമായി ഞങ്ങൾ വളർന്നിട്ടുള്ളത് ഞങ്ങളെ എതിരാളികളെ ശത്രുക്കളായി കണ്ട് മാറ്റി നിർത്താനല്ല, ഞങ്ങളുടെ എതിരാളികളെ ഞങ്ങളുടെ ആശയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളുടെ അനുകൂലികളാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് ഞങ്ങൾ നടത്തിയത്. ഇപ്പോൾ ആ പരിശ്രമം നടക്കുന്നു. പിന്നെ ജ്യോതികുമാർ ചാമക്കാല അറിയേണ്ടത്, ഹിന്ദു മഹാസഭയുടെ രൂപമല്ല BJP. ഹിന്ദു മഹാസഭയും BJPയും തമ്മിൽ ബന്ധമില്ല. ഹിന്ദു മഹാസഭയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് ഹിന്ദു മഹാസഭയുടെയും നെഹ്റു ഗവൺമെന്റിന്റെയും നിലപാടുകൾ പ്രതിഷേധിച്ചുകൊണ്ടാണ് ശ്യാമപ്രസാദ് മുഖർജി ഭാരതീയ ജനസംഘം തുടങ്ങിയത്. അല്ലാതെ അതിന്റെ തുടർച്ചയായിട്ടല്ല. എനിക്കിനകത്ത് NT രമേശ് ഒറ്റ മറുപടി പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഇന്ന് താങ്കൾ അനുകൂലിച്ച് സംസാരിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, UP-യിലും ഇന്ത്യയും ഹിന്ദു രാഷ്ട്രമാക്കുന്നതുവരെ എനിക്ക് വിശ്രമമില്ല. ആ വാചകത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞ ഒരാൾക്ക് ഇത്തരത്തിൽ ജനാധിപത്യപരമായി നിലനിൽക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ വിമർശിക്കാൻ ഹിന്ദു രാഷ്ട്രമാണ് ജ്യോതികുമാർ. അങ്ങനെയല്ല. നിങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പലപ്പോഴും അങ്ങയുടെ അവസരം എങ്കിൽ പിന്നെ അദ്ദേഹം ഇങ്ങനെ പറയുന്നത്, എങ്കിൽ പിന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്ന ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിച്ചാൽ പോരെ? അപ്പോൾ എനിക്കത് തെറ്റിയത് യോഗി ആദിത്യനാഥിനാണോ? അങ്ങ് ആരെ തിരുത്തും? അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും അവസാനമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ചൊന്നും ഞാൻ കൂടുതലൊന്നും പോകുന്നില്ല, ഞാൻ അവസാനിപ്പിക്കാം. അപ്പോൾ മദർ തെരേസയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞു ലോർഡ് ശങ്കരയാണ് യോഗ തുടങ്ങിയത്. മഹാദേവൻ ഈ രാജ്യത്തിൻ്റെ ഓരോ കണികയിലുമുണ്ട്. ഇവരെ രണ്ടുപേരെ യോഗയെ അംഗീകരിക്കാത്തവർക്ക് രാജ്യം വിട്ടുപോകാം, പാകിസ്ഥാനിലേക്ക് പോകാം എന്ന് പറഞ്ഞു. എത്രയോ പേരെ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് അയച്ചു. നിങ്ങൾക്ക് എന്ത് സെക്യുലറിസം പറയാൻ, നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് NT രമേശ് ഉള്ളത്? ഇന്ത്യയിൽ സെക്യുലറിസത്തെക്കുറിച്ച് നിങ്ങളുടെ RSSന്റെ ആസ്ഥാനത്ത് നിങ്ങൾ എന്നാണ് ദേശീയ പതാക കെട്ടി തുടങ്ങിയത്? സമയം കഴിഞ്ഞു. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.